സഞ്ജു ടെക്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോപ്രോ മച്ചാൻ എന്ന് പറയുന്ന ചാനൽ യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സപ്പോർട്ട് ആരാ സപ്പോർട്ട് എന്നുള്ളതാണ്. വാസ്തവത്തിൽ എനിക്കിത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അറിയാം. അത് പറയുമ്പോൾ നല്ലപോലെ നോക്കും. അതുകൊണ്ട് ഞാൻ അത്രത്തോളം ഒന്നും പോകാത്തതിൻ്റെ റീസൺ, എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ആഗ്രഹം ഇത് അധികാരികളിലേക്ക് എത്തുക എന്ന് മാത്രമല്ല, ഈ പറയുന്ന കോപ്രോ മച്ചാനെതിരെ കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാമൂഹ്യ വിരുദ്ധനെതിരെ നിയമ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ ചില കർശന നടപടികളെ വിമർശിച്ചുകൊണ്ടാണ് ഇയാൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കോടതി ഇടപെട്ട ഒരു കാര്യമാണ്. കോടതിയാണ് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഇയാളുടെ ലൈസൻസ് ആജീവാനന്ദ റദ്ദാക്കണം എന്നുള്ളത്. അതിന് കാരണമായി അവർ പറയുന്ന ഒരുപാട് റീസൺസ് ഉണ്ട്. കോടതി സ്വമേധയാ ഇങ്ങനെ ഒരു കാര്യം പറയുമോ? അപ്പോൾ അത്രത്തോളം ഭീകരവുമായ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഇയാൾ ചെയ്തത് കൊണ്ടല്ലേ അങ്ങനെയൊന്നും തീരുമാനിക്കുന്നത്. അല്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 100% ഇയാൾക്ക് ഒന്നുകിൽ ഇയാൾക്ക് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയത്തില്ല. ഒരു ചാനൽ തുറന്നു വെച്ചുകൊണ്ട് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് എന്ത് കണ്ടന്റും എടുക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് പറയാം എന്നുള്ള തോന്നലായിരിക്കും ഇയാളിത് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വല്ലാത്ത അരിശം വരുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഒന്നാമത്തെ കാര്യം പറയാം, ഇയാൾ വണ്ടി ഇത്ര മൈൽ സ്പീഡിൽ ഓടിച്ചു, ക്രൈമാണ്. അവിടെ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ഓടിക്കുന്നുണ്ട്. അതൊന്നും ഒരു കുറ്റമല്ല. സഞ്ജു ടെക്കി ചെയ്യുന്ന മാത്രമാണോ കുറ്റം? സഞ്ജു ടെക്കി ചെയ്തത് എവിടെയാണെന്നും കൂടെ ഓർത്തോണം. ആ ചെയ്ത സാധനം വീഡിയോ എടുത്ത് മില്യൺ സബ്സ്ക്രൈബറുള്ള തൻ്റെ ചാനലിലാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്രയോ പേരത് കാണുകയാണ്. അവൻ്റെ ഫ്രീക്കത്തരവും അവൻ്റെ വൃത്തികേടും കാണുന്ന പൊടിമക്കൾക്കുൾപ്പെടെ ഇൻസ്പിറേഷൻ ഉണ്ടാകും എന്നുള്ളത് വസ്തുത. ഈ ഗോപ്രോ മച്ചാൻ്റെ 45,000-ഓളം വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ അയാൾ എതിർദിശയിലേക്ക് നടത്തി വിടുകയാണ്. ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 100% എന്നെ വിശ്വാസമുള്ളവരായിരിക്കും. അവർക്ക് എന്നെ മനസ്സിലാകുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവരെൻ്റെ സബ്സ്ക്രൈബർ ആകുന്നത്. അങ്ങനെയുള്ള മനുഷ്യർ ഞാൻ പറയുന്നതിനകത്ത് വസ്തുതയുണ്ടെന്ന് ചിന്തിച്ചാൽ ഇതിന് റിവേഴ്സ് എഫക്റ്റ് വരുമോ ഇല്ലയോ? സർക്കാരിനെതിരെയല്ലേ നിങ്ങൾ ഈ ആളുകളെ തോണ്ടി വിടുന്നത്? ഇതിന് ഒരു വീഡിയോ കൊണ്ടുവന്ന പുള്ളി ഒരു ന്യായീകരണവാദമാണ്. ഡൽഹിയിൽ ഒരു പിക്കപ്പിൻ്റെ ബാക്കിൽ കുളം ഉണ്ടാക്കി അതിനകത്ത് അവർ പോയി, അതൊരു കുറ്റമില്ലല്ലോ. അവർക്ക് രാജീവാനന്ദ ബാൻ കിട്ടിയില്ലല്ലോ. അവർക്ക് ബാൻ കിട്ടിയോ ഇല്ലെന്ന് കോപ്രോ മച്ചാൻ ഇങ്ങനെ അറിയാം? ആജീവാനന്ദം ഒരാൾക്ക് ബാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത നടപടിക്രമങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് അല്ലേ? വിളിച്ചു, ആദ്യം പണിഷ്മെൻറ്റ് കൊടുത്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഒരാഴ്ച കൊടുത്തു, നിർത്തിയോ അവൻ? വീണ്ടും വീഡിയോ ഇടുകയാണ്. ഞാൻ ഫേമസ് ആയി ഗോയ്സ്, എനിക്ക് ഇത് കിട്ടി, എന്നെ ഫേമസ് ആക്കി തന്നതിന് നന്ദി. അങ്ങനെയാണോ ഒരു നിയമ സംവിധാനത്തിനെ വെല്ലുവിളിക്കുക? കോടതി ഇടപെട്ടു. കോടതി എന്തിനു ഇടപെട്ടെന്ന് കോപ്രോയ്ക്ക് അറിയാമോ? എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടാണോ ഒരു സുനായും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നത്? നിങ്ങളുടെ വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ ആ വീഡിയോ പിൻ ചെയ്ത് വെക്കാം. തീർച്ചയായിട്ടും ഇത് അധികാരികൾ മനസ്സിലാക്കുകയും ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിനെ കർശനമായി പണിഷ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിയമവിരുദ്ധമായി ചെയ്ത ഒരു കാര്യത്തിനെതിരെ ശക്തമായി നടപടിയെടുക്കുകയും അയാളുടെ സ്വത്തുൾപ്പെടെ കണ്ടുകെട്ടാനുള്ള തീരുമാനത്തിലേക്ക്, അത്രയും ഭീകരമായ തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം തന്നെ അയാളുടെ നിഷേധാത്മകമായ പ്രതികരണം കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരുത്തനെ സപ്പോർട്ട് ചെയ്യുന്നവൻ അവനേക്കാൾ വലിയ ക്രിമിനൽ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ഭീകരമായി അയാൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെയൊന്നും വെറുതെ വിടരുതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇനി ഇയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടു നോക്കുക. ജീവിതത്തിൽ ഒരു മനുഷ്യൻ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഒരു മനുഷ്യൻ എന്ന് മാത്രമല്ല ഒരു വണ്ടികളെ സ്നേഹിക്കുന്ന എനിക്ക് ആ കാര്യത്തിൽ കുറച്ച് ഒരു എതിർപ്പ് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമുള്ള എന്താ വെച്ചാൽ, നമ്മൾ ഈ വാഹനങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിക്കുന്ന ഒരു സംഭവമാണ് ഒരാളുടെ ലൈസൻസ് പോകുന്നുള്ളത് അല്ലേ? ആണോ? ഈ ലൈസൻസ് ഉള്ള ഇവൻ വണ്ടി ഓടിച്ച് ഇടിച്ച് കയറ്റി നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു നഷ്ടം ഉണ്ടായാൽ അപ്പം നിങ്ങൾക്ക് ഈ വിഷമം ഉണ്ടാവുമോ? ആയുധം ഇഷ്ടമുള്ളവരാണോ? എനിക്കിപ്പോൾ ഞാൻ പറയണില്ലേ, കറിക്കത്തി എന്ന് പറയുമ്പോൾ എവിടെ പോയാലും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ഞാൻ അത് വെച്ച് രണ്ടുപേരെ കുത്തി കൊന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന സർവ്വ കറിക്കത്തി എന്നെ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകും. അതുപോലൊരു ടൈം തന്നെയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. എത്ര ഭയാനകമായ ഒരു കാര്യത്തിനെ ലൈറ്റനായിട്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ അത് പറയും. അതിന് പകരം ഇതൊക്കെ എടുത്തു വെച്ച് കണ്ടൻ്റാക്കി ഇതിനെ ഒന്ന് മോഡുലേറ്റ് ചെയ്ത് ഭയങ്കര സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഈ ശ്രമമുണ്ടല്ലോ, ഇതിൽ പരം ഒരു ദുരന്തം വേറെ ഇല്ല എന്ന് തന്നെ പറയാതെ പാടില്ല. അതുകൊണ്ട് മാത്രം എടുത്തു വെച്ച് പറയുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എന്തായാലും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ എന്തായാലും എത്തിച്ചു കൊടുക്കും എന്നുള്ളതിൽ തർക്കമേ വേണ്ട.
ഇത് ഒരുതരം പബ്ലിക് ന്യൂയിസൻസ് ഒരുത്തൻ ചെയ്തു അവനെ പണിഷ് ചെയ്യുമ്പോൾ അധികാരികളെ വെല്ലുവിളിക്കുകയാണോ നിങ്ങൾ? അവരങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പിന്നിലുള്ള കഥ എന്തെങ്കിലും അറിയാമോ? ചിലർക്ക് തീരെ സ്വബോധം ഉണ്ടാവത്തില്ല, ഒന്നും പറയാനില്ല. നമുക്കൊരു ചാനലുണ്ടെങ്കിൽ ആ ചാനലിൽ ഇരുന്നു കൊണ്ട് പറയാവുന്നതിന് ചില മനുഷ്യനായാൽ അവനവന് തോന്നണം നമ്മളൊരു ഇൻഫ്ലുവൻസറാണ്. ഒരു മൈക്ക് കിട്ടി അല്ലെങ്കിൽ ഒരു മൊബൈൽ കിട്ടി അത്യാവശ്യം കുറേ കാര്യവിവരമായി കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഉടനെ താൻ പറയുന്നതെല്ലാം ശരി എന്നുള്ളൊരു വാദമല്ല മുന്നോട്ട് വയ്ക്കേണ്ടത്. ഈ ഒരു വിഷയത്തിൽ കോപ്രോ ഒന്നും കൂടെ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. സംഗതി ഒന്നും കൂടെ എടുത്തു വെച്ച് നോക്കുക. അയാൾക്കെതിരെ ആക്ഷൻ എടുത്തു, അതോടെ തീരണോ? മാപ്പ് എഴുതി കൊടുക്കണോ? കോടതിയിലേക്ക് പോകാമല്ലോ, ഓപ്ഷൻ ഉണ്ടല്ലോ. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാപ്പ് കിട്ടുമോ ഇല്ലയോ? ആജീവാണെന്ന് ഇനി കൊടുക്കുകയില്ല എന്നല്ലല്ലോ പറഞ്ഞത്. അപ്പീലിൽ പോകാനുള്ള വകുപ്പ് കൊടുത്തിട്ടില്ലേ? അപ്പോഴും എന്താ അയാൾ ചെയ്യുന്നത്? എൻ്റെ സ്വത്തിന് കുത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ടുവന്നിരുന്നിട്ട് വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അവൻ്റെ അമ്മയെ കൊണ്ട് പറയുകയാണ് അവൻ്റെ ജോലിയാണിതെന്ന്. എന്താണ് അവൻ്റെ ജോലി? ഇതാണോ ജോലി? ഇതുപോലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ നിങ്ങളുടെ ജോലി? നിങ്ങൾക്ക് മതിൽ ചാടാൻ ഇഷ്ടമുണ്ട്, അതുകൊണ്ട് അന്യൻ്റെ മതിലെടുത്ത് ചാടിയാൽ മതിയാ? നടക്കൂ? പട്ടി ഉണ്ടെങ്കിൽ കടിക്കൂലേ? CCTV ഉണ്ടെങ്കിൽ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ അതിക്രമിച്ച് കയറിയവന് കേസ് വരുവോ ഇല്ലയോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യാനുള്ളതല്ലെന്നേ. പൊതുസമൂഹത്തിൽ ബാക്കിയുള്ളവർ കൂടെ ജീവിക്കണം, നിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ പോരാ, ബാക്കിയുള്ളവർ കൂടെ ജീവിക്കണം. ഒരു കാറ് വാങ്ങി പുള്ളി, ടാറ്റയെ പൂട്ടിക്കാനാണ് നോക്കിയത്. നിസ്സാര കമ്പനിയും അല്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട്, അതായത് സത്യത്തിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട വാഹനം ഏതെന്ന് വെച്ചാൽ, ആ ബ്രാൻഡ് ഏതെന്ന് വെച്ചാൽ അത് ടാറ്റ തന്നെയാണ്. ഉദാഹരണം പറയാം, നാനോ കാർ ഇറങ്ങി, ചെറിയ നാനോ. ആ വണ്ടിയിൽ വന്ന് അത്രയും വലിയ വാഹനങ്ങൾ വന്ന് മുട്ടിയാൽ പോലും ആ നാനോയ്ക്കൊരു കേടുപാട് വരില്ല. അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും കസ്റ്റമർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. ഞാൻ ടാറ്റ കാറിൻ്റെ ഓണറിൻ്റെ കാര്യം പറയുന്നത്. എന്താണെന്ന് ഞാൻ പറയാതറിയില്ല ടാറ്റ എന്താണെന്ന്. ആ കമ്പനി പൂട്ടിക്കാനുള്ള ആഹ്വാനം കൊടുത്ത മോനായത്. അതാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെതിരെയാണ് കോടതി നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. അഹങ്കാരം തെല്ലു കുറയ്ക്കുക. സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതൊക്കെ കൊണ്ടുവന്ന് ഇടുമ്പോൾ ഇതൊക്കെ കാണുന്നവർക്ക് ഇതിൻ്റെ മേളിൽ ചെയ്യാൻ തോന്നും. 4-5 വയസ്സുള്ള താങ്കളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഈ പറയണത്. 10-16 വയസ്സുള്ള കുട്ടികൾ. ഇപ്പം എൻ്റെ മകന് 14 വയസ്സായി. വണ്ടി ഓടിക്കണമെന്ന് ഇവിടെ കിടന്ന് തുള്ളല. കണ്ണ് തപ്പിയല്ലവൻ ബൈക്ക് എടുക്കും, പേടിയാ. ചാവി ഒളിച്ചു വയ്ക്കും. കുഞ്ഞിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. TV തുറക്കുമ്പോൾ അവൻ കാണുന്ന ചാനലുകളിൽ ഏതെങ്കിലും ഇത്തരം ഫാസ്റ്റ് റേസിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാനോ വഴക്കുണ്ടാക്കാനോ ഒക്കെ ശ്രമിക്കും. നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങൾ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള താങ്കൾ ഇത് പൊതുസമൂഹത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കാതെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇതിനെ സപ്പോർട്ട് ചെയ്തത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ക്യാരി ഓൺ, നോ പ്രോബ്ലം. പോയിക്കൊണ്ടിരുന്നപ്പോൾ വലിവ് കുറഞ്ഞെന്നും സഞ്ജു സാറിന്റെ വണ്ടി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സഞ്ജു സാർ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു. ചെക്ക് എഞ്ചിൻ ലൈറ്റിൽ ലാമ്പുകൾ കത്തിയിരുന്നു, സ്റ്റിയറിംഗിന് കംപ്ലൈന്റ് ഉണ്ടെന്നാണ് സാർ പറഞ്ഞിട്ടുള്ള കംപ്ലൈൻസ്. സാറിന്റെ വരികയും ചെയ്തു, സാറിന്റെ വണ്ടി നമ്മൾ എടുക്കുകയും ചെയ്തു. വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ സാറിനെ വിളിച്ച് കാണിച്ചു. സാറിന്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടെ വന്നാൽ നോക്കിയത് സാറിന്റെ വണ്ടി അടിഭാഗം ഇടിച്ചിട്ടുണ്ടായി, ഇന്റർകൂളറിന്റെ ഓസ് ആയി പോയി. അത് കാരണം ടർബോ ബാക്കി പെർഫോമൻസിനെ ബാധിക്കുകയും വണ്ടിയിലെ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തുകയും ആ ചെക്ക് ലൈറ്റ് കത്തിയിട്ട് സാറിന് മെസ്സേജ് വന്നു സാറിനെ പറയുന്നുണ്ട് നിയർ സർവീസ് സെന്ററിലോട്ട് പോയി. സാർ അത് അവഗണിച്ച് വണ്ടി വീണ്ടും മുന്നോട്ട് ഓടുമ്പോഴത്തേക്കും ലിംബ് ഹോം. നിങ്ങൾ പറഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞാൽ സഞ്ജു പറഞ്ഞ വ്യക്തിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, വണ്ടിയുടെ ടെക്നിക്സ് ഒന്നും അറിയില്ലാണോ? താങ്കൾക്ക് ഈ ടെക്നിക്സ് എന്തെങ്കിലും അറിയാമോ? തീർച്ചയായും ഞാൻ സർവീസ് നോക്കണം. സഞ്ജു സാർ വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നും വണ്ടിയെ കുറിച്ച് അറിയില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. സാറിന്റെ അസസ്മെന്റ് തെറ്റിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ട്രക്കിംഗ് വരികയാണെന്നാണ് കംപ്ലൈന്റ്. സാർ എന്താ ചെയ്യുന്നത്? സാർ സ്റ്റിയറിംഗിന് ഫുൾ ലെഫ്റ്റിലോട്ട് ഓടിച്ചു. പവർ സ്റ്റിയറിംഗ് ആണ് അതിനകത്ത് വരുന്നത്. മനസ്സിലായി. സാർ ആ വീഡിയോ തന്നെ കാണിക്കുന്നത്. സാർ ഇവിടെ കൊണ്ട് കംപ്ലൈന്റ് പറയുന്ന വീഡിയോ സാർ കാണിക്കുന്നത് ഫുൾ നമ്മൾ ലെഫ്റ്റിലോട്ട് ഓടിച്ച് സ്റ്റിയറിംഗ് ഇങ്ങനെ ആക്കുമ്പോൾ വൈബ്രേഷൻ സാർ പറയുന്നത്. അത് ഓൾറെഡി അതിന്റെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉള്ളതാണ്. വൈബ്രേഷൻ സാർ ഫീൽ ചെയ്യുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കേസ് സാർ പറഞ്ഞത് ക്ലസ്റ്ററിനകത്ത് ലൈറ്റുകൾ കത്തുന്നുള്ളത്. ക്ലസ്റ്ററിനകത്ത് ലൈറ്റ് കത്താനുള്ള കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ചെക്ക് എഞ്ചിൻ ലാമ്പ് വന്നതിന് ശേഷം നമ്മൾ അതിനെ അവഗണിച്ച് ഓടിയാൽ ലിംബ് ഹോം മോഡ് എന്ന് പറയും. അതായത് മുടന്തി വീടെത്തുക. അതാണ് അതിന്റെ അർത്ഥം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡ് കൊടുത്തേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഒരു ട്രക്കിൽ കയറ്റി കൊണ്ടുവരേണ്ട അവസ്ഥ വരാതിരിക്കുകയും ഒരു 40 കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുകയും ആ സ്പീഡിൽ അടുത്തുള്ള സർവീസ് സെന്ററിൽ നമുക്ക് തന്നെ ഓടിച്ചെത്താൻ പറ്റണം. അതിനാണ് ആ ഒരു മോഡ് വെച്ചത്. ആ കാലഘട്ടത്തിൽ ഇഞ്ചിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ഇഞ്ചിന് പ്രശ്നം ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡ് യൂസ് ചെയ്യുന്നത്. ഇത് കാരണം താങ്കൾക്ക് ധൈര്യമായിട്ട് അടുത്തുള്ള സർവീസ് സെന്ററിൽ വണ്ടി ഓടിച്ചെത്താൻ പറ്റും. എന്നാൽ അത് കാരണം ഇഞ്ചിന് വീണ്ടും കോൺസിക്വൻഷ്യൽ ഫെയിലിയേഴ്സ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അതിനാണ് ആ മോഡ് വെച്ചത്. അത് ഹൈ എൻഡ് വെഹിക്കിൾസ് എല്ലാം വരുന്ന മോഡാണ്. ഫെയിൽ സേഫ് എന്ന് പറയാം. ഇതൊന്നും ഈ വണ്ടി ഉപയോഗിക്കുന്ന സഞ്ജു എന്ന് പറഞ്ഞ ആൾക്കറിയില്ല. അദ്ദേഹത്തിന് നമ്മൾ ബുക്ക് കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. സർവീസ് മാനുവൽ അതിനെ കാണിക്കുന്നുണ്ട്. MIL മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേഷൻ ലാമ്പ് എന്താണ്, ചെക്ക് എഞ്ചിൻ ലാമ്പ് എന്താണ്, ഡെഫ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അവസാനത്തെ പ്രാവശ്യം സാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ സാറിനോട് പറഞ്ഞു സാറിന്റെ വണ്ടിയിൽ ഡെഫ് അഥവാ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഇപ്പോൾ പുതിയ എമിഷൻ നോമുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ അളവ് കുറവാണ്, റീഫിൽ ചെയ്യണമെന്ന് പറഞ്ഞു പോലും സാർ അത് ചെയ്തിട്ടില്ല. സാർ പറഞ്ഞു അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. സാർ ഉപ്പിട്ട് സാർ വണ്ടി എടുത്തിട്ട് ഇത് നിറയ്ക്കാതിരുന്നാൽ പോലും എമിഷന്റെ പ്രശ്നം കാരണം സെൻസറുകൾ അത് സെൻസ് ചെയ്യും. അത് ECU കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയിൽ ചെക്ക് എഞ്ചിൻ ലാമ്പ് കത്തുകയും ചെയ്യും. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് സർവീസ് മാനുവൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ
ചെയ്യണം. പുള്ളിക്കാരൻ അവകാശപ്പെടുന്ന ലൈറ്റുകൾ ഇതാണ്: ഒന്ന് മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേഷൻ ലാമ്പ്, ഒന്ന് ചെക്ക് എഞ്ചിൻ ലാമ്പ്. ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇറ്റ് റിമൈൻസ് ഓൺ ഫോർ എനി എഞ്ചിൻ റിലേറ്റഡ് ഫോൾട്ട് ദാറ്റ് മേ ഇൻക്രീസ് എമിഷൻ ലെവൽ ഓഫ് ദ വെഹിക്കിൾ ബിയോണ്ട് റെഗുലേറ്ററി നോംസ്. ഇതായിരിക്കും നമുക്ക് ആദ്യം കത്തുന്ന സിമ്പൽ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ ഡെഫിൻ്റെ അല്ലെങ്കിൽ DPF അതിൻ്റെ അളവ് കുറവാണെന്ന് കാണിക്കാൻ കത്തുന്നത്. അതിനെ നമ്മൾ നിരാകരിച്ച് കഴിഞ്ഞാൽ മാൽ ഫംഗ്ഷൻ ലാമ്പ് കത്തുകയും അതിനെ പിന്നെ നിരാകരിക്കുമ്പോൾ ചെക്ക് എഞ്ചിൻ ലാമ്പിലോട്ട് പോവുകയും അതിൽ നിന്ന് ലിംഫോ മോഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതേസമയം അന്ന് ടാറ്റയുടെ ഡീലർക്കെതിരെ തുടരെ യൂട്യൂബ് വീഡിയോകളൊക്കെ ഇറക്കി ഷോറൂം കത്തിക്കും പൂട്ടിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയതോടെ സഞ്ജുവിനെ കോടതിയും പൂട്ടിയിരുന്നു. തർക്കമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാതെ നിയമം കയ്യിലെടുക്കാൻ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്ത ഈ യൂട്യൂബർക്കെതിരെ അന്ന് കോടതി കർശന ഉത്തരവാണ് ഇറക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബർക്ക് മൂക്കുകയർത്ത ഹൈക്കോടതി അഭിഭാഷക വിമല ബിനു ഇപ്പോൾ ചേരുകയാണ്. ടാറ്റയുടെ ഡീലർക്കെതിരെ തുടരെ യൂട്യൂബ് വീഡിയോകൾ ഇറക്കി ഷോറൂം കത്തിക്കും പൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന യൂട്യൂബർക്ക് പൂട്ടിട്ട് കോടതി. തർക്കമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാതെ നിയമം കയ്യിലെടുക്കാൻ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്ത ഈ യൂട്യൂബർക്കെതിരെ കോടതി കർശന ഉത്തരവ് ഇറക്കി. ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബർക്ക് മൂക്കുകയറിട്ട ഹൈക്കോടതി അഭിഭാഷക വിമല ബിനു ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നു. നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം വ്യാപകമായി നടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. തീർച്ചയായിട്ടും ഏതൊരു സ്ഥാപനത്തെയും പൂട്ടിക്കാനും ഏതൊരു സ്ഥാപനത്തിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയോ എന്ത് വേണമെങ്കിലും പറയുവാനും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അതിനൊരു മാധ്യമമായി കണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് വ്യക്തിഹത്യയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഡിഫേമേഷൻസ് അല്ലെങ്കിൽ മാലീഷ്യസ് ആയിട്ടുള്ള സംസാരങ്ങൾ നടത്തുക, അങ്ങനെ ഒരുപക്ഷേ ചില സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയാകത്തക്ക വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിയന്ത്രണ വിധേയമാണ്, നിയമങ്ങൾക്ക് വിധേയമാണ്. കാലങ്ങളായി എഴുതപ്പെട്ടുള്ള ഡിഫേമേഷൻ നിയമങ്ങൾ നമുക്കുണ്ട്. ഇഞ്ചക്ഷൻ സ്യൂട്ടുകൾ നമുക്ക് ഫയൽ ചെയ്ത് ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് എതിർകക്ഷികളെ വിലക്കാവുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഇത്തരം നിയമത്തിന്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് പലരും ഇത്തരം വ്യക്തിഹത്യകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹത്യകളിൽ കുടുങ്ങി സ്വയം നശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഏകദേശം 11ഓളം വീഡിയോസ് അദ്ദേഹത്തിന് നിയമപരമായി പ്രൊസീഡ് ചെയ്യാമെന്നിരിക്കെ പോലും 11ഓളം വീഡിയോസ് ഈ സ്ഥാപനത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് നിലനിൽപ്പ് തന്നെ പൂട്ടിപ്പോകുന്ന തരത്തിലുള്ള വീഡിയോസ് ഇദ്ദേഹം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ കോടതിയുടെ നിയന്ത്രണങ്ങൾക്കുള്ളിൽ തന്നെയാണ്, നിയമത്തിന്റെ 4 കോണുകൾക്കുള്ളിൽ തന്നെയാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. 11ഓളം വീഡിയോയാണ് ടാറ്റയ്ക്കെതിരെ ഇയാൾ ചെയ്തിട്ടുള്ളത്, ആ ഡീലറിനെതിരെ ചെയ്തിട്ടുള്ളത്. ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാം. അങ്ങനെയുള്ള ഒരു കമ്പനിയെ പറ്റി ഇത്രയും പടുമോശമായി വീഡിയോ ചെയ്ത ഇയാൾ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. ഇത്രയും മില്യൺ പീപ്പിൾ അയാളെ ഫോളോ ചെയ്യണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അയാൾ അത്രയും പേര് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്ത ക്രൈം ലെവൽ എന്താണെന്ന് ഗോപ്രോയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? അത്തരത്തിലുള്ളൊരു സാമൂഹ്യ വിരുദ്ധത ഒത്തിരി അധികം സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനെയാണ് താങ്കൾ സപ്പോർട്ട് ചെയ്യണത്. താങ്കളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ഈക്വൽ അല്ലേ? എന്താണ് ക്രൈം സീൻ എന്ന് അറിയാതെ, ഒന്നും അറിയാതെ മറ്റൊരു സാധനം കൊണ്ടുവന്നിട്ടിട്ട് ഇയാളുടെ ക്രൈമിനെ ലഘൂകരിക്കാനും MBDക്കെതിരെ ആളുകളുടെ ദേഷ്യം അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോകാനും ശ്രമിക്കുമ്പോൾ കുറച്ചൊക്കെ ബോധത്തോടു കൂടി അന്വേഷണ ത്വരയോടുകൂടി വീഡിയോ ചെയ്യുക. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നല്ലതാണ്, പക്ഷെ അത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച ശേഷം ചെയ്യാനെങ്കിൽ ശ്രമിക്കുക. സഞ്ജു ടെക്കിയുടെ എല്ലാ ചാനലുകളിലും, അതായത് എല്ലാ വീഡിയോകളും എടുത്ത് ക്രോസ് വാച്ച് ചെയ്ത ശേഷമാണ് 11 വീഡിയോ സെലക്ട് ചെയ്തിട്ട് കോടതി ഇങ്ങനൊരു തീരുമാനം പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ ഒരു ടാറ്റ എന്ന് പറയുന്ന സ്ഥാപനത്തിനെ ഡീഗ്രേഡ് ചെയ്തു എന്നതുകൊണ്ട് മാത്രമല്ല, അയാളുടെ ഓവർ സ്പീഡ്, തോന്നിവാസങ്ങൾ, അതേപോലെ ഈ ഒരു കാര്യം ഇത് പബ്ലിക്കിൽ സ്പേസിലേക്ക് കൊണ്ടുവരികയാണ്. ഓപ്പൺ ഫോറത്തിൽ, അതായത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹൈലെസ് പിക്കപ്പിനകത്തൊരു കുളം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് കണ്ട ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവുന്ന അതൊരു കുളവും കൊണ്ട് ഇതാ വരുന്നുണ്ട്, മാറി നിൽക്കാന്നെങ്കിലും തോന്നും. ഇത് അതിനകത്താണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അത് ഡാമേജായി. ഇലക്ട്രിക് കാറാണ്, ഇനി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉള്ളതാണ്, ഇലക്ട്രിക് ഇതുള്ളതാണ്, തീ കത്താം, എന്തെല്ലാം നഷ്ടങ്ങൾ വരാം. ഇപ്പം റീസെൻ്റ്ലി 2-3 വണ്ടികൾ കത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കും. അതിനകത്ത് ഈ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ആ കത്തിയ വണ്ടിക്ക് അകത്ത് ഉണ്ടായിരുന്ന മനുഷ്യൻ എങ്ങനെ സ്റ്റക്കായി? ഈ പറയുന്ന സാധനം സമയത്ത് വർക്ക് ചെയ്തില്ല. ചെറിയ മൈന്യൂട്ട് ഇഷ്യൂസ് വന്നാൽ പോലും ഓട്ടോമാറ്റിക് വെഹിക്കിളാണെങ്കിൽ അതിനകത്തുള്ള സർവ്വ ബാലൻസും തെറ്റി എല്ലാം കൊണ്ടും നമ്മളതിനകത്ത് സ്റ്റക്കായി പോകും. എത്ര കുട്ടികളായിരുന്നു അതിനകത്തുണ്ടായിരുന്നു? ദീപം മാത്രമായിരുന്നു, കുട്ടികളുടെ ജീവൻ പോലും. അത് ഇലക്ട്രിക് കാറാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനകത്ത് ഉണ്ടല്ലോ, വയറിംഗ് ഉണ്ടല്ലോ, അത് കംപ്ലൈൻ്റ് ആയില്ലേ? അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലേ അത് പൊട്ടി അതിൻ്റെ ആ ബലൂൺ പുറത്തേക്ക് വന്നത്, സെക്യൂരിറ്റി ബലൂൺ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകാം. അതിനകത്തുണ്ടായിരുന്ന എല്ലാ കുട്ടികളുടെയും ജീവൻ അപായത്തിലായിരുന്നേനെ. ഇതൊക്കെ കൊണ്ട് കളിക്കുമ്പോൾ കുട്ടികളാണ്, കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കണ്ടാൽ തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് മുതിർന്നവരുടെ ഉത്തരവാദിത്വം. ഞാൻ താങ്കളെ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ചെയ്തത് ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്കളുടെ ഇഷ്ടം, അത് കീപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്തായാലും ഇത് തീർച്ചയായിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കാരണം അത് ശരിയായ ഒരു നടപടിയല്ല.
അയാൾ ചെയ്ത ഫ്രോഡുലൻറ്റിനെ അക്സെപ്റ്റ് ചെയ്ത് അയാൾ ചെയ്തത് ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ ആളുകളുടെ ശ്രദ്ധ മാറ്റി കൊടുക്കുക മാത്രമല്ല, താങ്കൾ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ, അത് ഭയാനകമായ ഒരു മെസ്സേജാണ്. ഒത്തിരി പേര് വണ്ടി സ്പീഡിൽ ഓട്ടിക്കുന്നു. ഞാൻ കൊച്ചുങ്ങളെ കൊണ്ടുവിടാൻ പോകുമ്പോൾ അങ്ങനെയുണ്ട്. അവരുടെ ഇടയൊന്നും ചെയ്യാതെ ഇയാളുടെ ചെയ്യുന്ന എന്തിനാണ്? ഒരുപാടിടങ്ങളിൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ ചുമ്മാ വിട്ടിരിക്കുകയാണ്. അവരെയൊക്കെ ജീവപര്യന്തത്തിനാണ് വിട്ടിരിക്കുന്നത്. നമ്മുടെ വീടിനടുത്തൊരു കൊല നടന്നു, അവരെ കൊല്ലണ്ട, കാരണം മറ്റിടത്തൊക്കെ അങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ആ ടേമാണ് ഇതിന് വരിക. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വൃത്തികെട്ട വീഡിയോ ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു വീഡിയോ എന്ന് ഞാൻ പറയും. 100% ഈ പറയുന്ന വ്യക്തിക്കെതിരെ MVD എടുത്ത നടപടികൾ കുറഞ്ഞുപോയി എന്ന അഭിപ്രായമുള്ളവളാണ് ഞാൻ. കുറഞ്ഞുപോയി. ജയിലിലടക്കിയാണ് വേണ്ടത് ഈ ചെറുക്കനെ. അമ്മാതിരിയാണ് അവൻ്റെ അഹങ്കാരം. അതുമാത്രമല്ല, ഒരു ബുദ്ധിയുമില്ലാത്ത 2 പേരൻസാണ് അവനുള്ളത്. മകൻ എങ്ങനെ പൈസ കൊണ്ടുവരുന്നു എന്നുള്ളത് ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യാത്ത പേരൻസിന് ഇങ്ങനെയേ ഉണ്ടാവുള്ളൂ. മക്കള് മനസ്സിലാക്കി കൊടുക്കേണ്ട ഇടത്ത് ആ അമ്മയോ അച്ഛനോ അത് കൊണ്ടുവന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്നിടത്ത് മകൻ കഞ്ചാവ് വെച്ചാൽ സമ്മതിച്ചു കൊടുക്കുമോ? മകൻ കൂട്ടിക്കൊടുപ്പിന് പോയാൽ സമ്മതിച്ചു കൊടുക്കുമോ? മകൻ മോശപ്പെട്ട ഒരു പ്രവൃത്തിയിലാണുള്ളതെങ്കിൽ ഞങ്ങൾക്ക് ആഹാരം വേണമെന്ന ഒറ്റ കാരണം കൊണ്ട് അവരത് സഹിക്കുമോ? എവിടെയാണ് ഈ സിസ്റ്റത്തിന് ചേഞ്ച് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗണേഷ് എടുത്ത തീരുമാനം 100% ആപ്റ്റായ തീരുമാനമാണ്. കുറഞ്ഞെങ്കിലേ ഉള്ളൂ. സ്വത്ത് കണ്ടുകെട്ടണം, അതിൽ കൂടിയുള്ള വരുമാനം കൊടുക്കരുത്, ആ പൈസ കണ്ടുകെട്ടണം, സർക്കാരിലെടുക്കണം. എത്രയോ അനാഥ കുട്ടികൾ ആഹാരമല്ല കഷ്ടപ്പെടുന്നത്, കൊണ്ടുപോയി കൊടുക്കട്ടെ ആ പണം. അതാണ് വേണ്ടത്, കൊടുക്കരുത്. ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കിയാൽ അത് ഇങ്ങനെ തന്നെ നഷ്ടപ്പെടുമെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിൽ നിന്ന് നിങ്ങൾ അയാൾക്ക് വേണ്ടി സപ്പോർട്ട് വീഡിയോ ഇടുന്നു. നാണം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളാണോ ഇൻഫ്ലുവൻസർ? നിങ്ങൾ ചെയ്തതിൻ്റെ ഡെപ്ത് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഒന്നുകൂടെ ആ വീഡിയോ കണ്ടു നോക്കൂ. ഡൽഹിയിലെങ്ങാണ്ട് എന്തോന്നാ നടക്കുന്നത്. ഡൽഹിയിൽ പശുവിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ എടുത്ത് പശു മൂത്രം ഒഴിക്കുമ്പോൾ പോയി വാരി കുടിക്കുന്ന ഒരു ടൈമുണ്ട്. അതിവിടെ ചെയ്യാൻ പറ്റുമോ? കേരളം അങ്ങനെയാണോ? കേരളത്തിലെ ലെവൽ അതാണോ? ഞാൻ അങ്ങോട്ട് നോർത്തിലുള്ളതുപോലെ ഒക്കെ തന്നെ ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ നോർത്തിൽ പലതും സംഭവിക്കുന്നുണ്ട്. അത് വെച്ച് കമ്പാരിസണാണ് ഇവിടെ നടത്തുന്നത്. അങ്ങനെയാണോ ഇവിടെ? ഇവിടുത്തെ നിയമം ഇവിടെ തന്നെ ഉണ്ട്. ഇന്ത്യയിലെ നിയമം തന്നെ തർക്കമൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആക്കപ്പെടുന്ന ഒരു വ്യക്തി ഇത് ചെയ്താൽ അതിനെതിരെ ആക്ഷൻ ഉണ്ടാവണം. ഇനി ആ കണ്ടത് നിങ്ങൾക്ക് 5.9 മില്യൺ പീപ്പിൾ എന്നാൽ സെൻഡ് എ നോട്ട് ടു MVD. അതൊരു ഇൻഫ്ലുവൻസർ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ അത് ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല, അപ്പം ഇതും കുഴപ്പമില്ല. ഭയങ്കര വിഷമം തോന്നുന്നു. അവൻ്റേത് ആജീവാന്തം. അവനെ ആജീവാന്തം ജയിലിടുക വേണ്ടേ? ആജീവാന്തം അവനെ പിടിച്ച് അകത്തിടുക വേണ്ടത്. അവൻ ചെയ്ത ക്രൈമിൻ്റെ ഡെപ്ത് അറിയാത്തത് കൊണ്ടാണ്. അത് മാത്രമല്ല, ആ ടാറ്റയുടെ വിഷയം നല്ലൊരു ബ്രാൻഡ് വെഹിക്കിളാണത്. ഇവിടെ പലരും പ്രൊമോട്ട് ചെയ്യുന്ന കാറുകൾ ഫോർച്യൂണർ, മീൻസ് വിദേശ രാജ്യ കമ്പനികളെയാണ് ഇവിടെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മളുടെ കമ്പനികളുണ്ട് ഇവിടെ, മഹീന്ദ്ര, ഈ പറയുന്ന ടാറ്റ, ഇങ്ങനെയുള്ള കമ്പനികൾ. ഇതിനെ ആരും പ്രൊമോട്ട് ചെയ്ത് കണ്ടിട്ടില്ല. ഡീഗ്രേഡ് ചെയ്യുന്നത് എന്തിനാണ്? എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ട് എങ്കിലോ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയെ നിങ്ങൾ എൻലാർജ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങളൊരു സോഷ്യൽ ഈവിളാണെന്ന് ഞാൻ പറയും. പിന്നെ ഇതിനൊക്കെ നിയമങ്ങളുണ്ട്. ഒരു വ്യക്തിയെ ഹത്യ ചെയ്യുകയോ ആ വ്യക്തിക്കെതിരെ വൾഗറായ രീതിയിൽ ഇത് ചെയ്യുകയോ ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഒരു ക്രൈമാണ്. മനസ്സിലായോ? അത് ഈ ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായി അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് നിങ്ങൾ സൈലൻ്റ് ആയിരുന്നു. നിങ്ങളുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരൊറ്റ കാര്യത്തിൽ തന്നെ വ്യക്തമാണ്. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. റെസ്റ്റ് നിങ്ങളുടെ ഭാഷം പോലെ ചെയ്തോളൂ. ദയവ് ചെയ്തിട്ട് ഏതെങ്കിലും അധികാരികൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഈ ഗോപ്രോ മച്ചാൻ എന്ന് പറയുന്ന വീഡിയോ ചെയ്ത ഇയാൾക്കെതിരെയും നടപടി ഉണ്ടാകണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ യൂട്യൂബേഴ്സ് അസോസിയേഷൻ അങ്ങോട്ട് ഇറങ്ങും. അത് തെറ്റായ ഒരു വഴിയാണ് നമുക്ക് പൊതുസമൂഹത്തിന് കൊടുക്കുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 153A പ്രകാരമുള്ള കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യണം. കാരണം ഇയാൾ ആഹ്വാനമാണ് കൊടുക്കുന്നത്, ഈ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം. ഇത് തന്നെയാണ് സഞ്ജു ടെക്കി ചെയ്തത്. ഇത് കോടതി സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. ഇതിനകത്ത് ആരും കാണിച്ചു തരേണ്ടതല്ല. കോടതി സ്വമേധയാ കേസെടുക്കേണ്ട ഒരു കാര്യമാണ് ഗോപ്രോ ഇപ്പോൾ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ റിയാക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ ഇതും കൊണ്ട് മുൻപോട്ട് തന്നെ പോകും. താങ്ക് യു.